എനിക്ക് മ്യൂസിക്കിന് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ആം എ മ്യൂസിഷ്യൻ മൈസെൽഫ്. ഞാനൊരു സിംഗറാണ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മാജിക്കൽ അല്ലെങ്കിൽ ഒരു സെറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഓൾ ദ ലിംഗ്വിസ്റ്റിക് നോളജ് ഐ ഹാഡ് ജസ്റ്റ് വാസ് shattered. It was torn apart right in front of me. ഞാനിപ്പോൾ ഇന്റർനാഷണലി ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ബീയിങ് എ മലയാളി just gives me a special position. I've never met someone who was as, cordial and who was as polite and sociable as him. Mehmedim aslan Mehmedim, Mehmedim civan Mehmedim. I currently speak 12 or 13 languages in total. I speak, aside from English and Malayalam, I speak Persian. പിന്നെ അതുപോലെ തന്നെ Turkish, Macedonian, പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് കുർദിഷും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്വാഹിലി ദ ലാംഗ്വേജ് ഓഫ് ടാൻസാനിയ, പിന്നെ ഇത്യോപ്യയിലുള്ളത് അംഹാറിക്. പിന്നെ സ്വാഹിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി സ്പോക്കൺ ഇൻ ടാൻസാനിയ, ഉഗാണ്ട, കെന്യ as well as a few neighboring countries as well in Africa. പിന്നെ അതുപോലെ തന്നെ കൊറിയൻ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വീഡിഷ് അത്യാവശ്യം അറിയാം. And then aside from that, I also speak a bit of French. അങ്ങനെ കുറേ ലാംഗ്വേജസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ ലാംഗ്വേജസിൽ ഞാൻ അത്യാവശ്യം ഫ്ലുവൻ്റ് ആണ്. I could hold conversations in it. I have a decent grasp of them. അപ്പോൾ ഈ ലാംഗ്വേജസ് ഞാൻ ഇൻ്റർനെറ്റ് വഴിയാണ് കൂടുതൽ പഠിച്ചിരുന്നത്. ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റ് അതുപോലെയുള്ള. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് ഐ എം കണക്റ്റഡ് വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലൂടെ എനിക്ക് കുറേ ചാറ്റ് ഫോറംസിലൊക്കെ ഞാൻ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഞാൻ ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ട്രഡീഷനിൽ നിന്ന് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിനൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അവരോടുള്ള ഇൻറ്ററാക്ഷൻസിൽ നിന്നും ഞാൻ കംപ്ലീറ്റ്ലി ആ ലാംഗ്വേജസിനെ കുറിച്ച് മനസ്സിലാക്കാൻ നോക്കും. എന്നിട്ട് ആ കൾച്ചറിനെ കുറച്ചുകൂടി ഞാൻ എമേഴ്സ് ചെയ്യാൻ നോക്കും. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ആ ലാംഗ്വേജിലെ മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ഇസ് സംതിങ് ദാറ്റ് ഐ ട്രൈ ടേക്കിംഗ് എ ലുക്ക് ഇൻ ടു. ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് മ്യൂസിക്കിന് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ആം എ മ്യൂസിഷ്യൻ മൈസെൽഫ്. ഞാനൊരു സിംഗറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പിയാനിസ്റ്റാണ്. സോ ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജസ് ഓഫ് ഓൾ ടൈം, വൺ ഓഫ് മൈ ഫേവറേറ്റ് ലാംഗ്വേജസ് ഓഫ് ഓൾ ടൈം ഇസ് തുർക്കിഷ് ആസ് ഓഫ് നൗ. അപ്പോൾ തുർക്കിഷിലെ നല്ലൊരു ഭയങ്കര കുറച്ചുകൂടി വെൽ റിവ്യേർഡ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സോങ് ഞാൻ പാടാൻ പോവാണ്. Caburdağdan hoş geliyor, benzer sesi hoş geliyor, belik belik gider asker, geriden boş geliyor. Yazık oldum genç yaşıma vay. Mehmedim aslan Mehmedim, Mehmedim civan Mehmedim, dağlarda ceylan Mehmedim, Altemir kuvvet Mehmedim vay. ബുദ്ധിമുട്ടായത് I believe it depends on how you perceive that language. So I would say that there's this one language, it's called Xhosa. Even the name itself sounds fascinating. It sounds intriguing. The South African language ആണ്. And അതിലെന്ന് വെച്ചാൽ the sounds, the click sounds, അതാണ് ഏറ്റവും കൂടുതൽ that's what kind of made me kind of detached from that language to a certain extent. പക്ഷെ എന്നാലും I'm still making an attempt. I'm still taking the initiative to learn it. And ഈ ലാംഗ്വേജിൽ എന്ന് പറയുമ്പോൾ different sorts of click sounds ഉണ്ട്. For example, നമ്മളിപ്പോൾ
for example, if you say the word earrings, if you just take a look at the word earrings, like in the language Kwasa or Kwasa, you could say ikli, which is pretty hard to pronounce. പിന്നെ അതുപോലെ തന്നെ in terms of grammar and in terms of tonality, അങ്ങനെ tonal languages കുറച്ച് ഹാർഡാണ്, എസ്പെഷ്യലി ചൈനീസിൽ ഈ ടോൺസ് ഓരോ ലൈക്ക് ഓരോ വേർഡ്സ് ആക്ച്വലി ഓരോ ടോൺസിനാണ് ലൈക്ക് ഓരോ ടോൺസ് ഓരോ മീനിങ്ങിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഓരോ ക്യാരക്ടേഴ്സ് ടു. അപ്പോൾ അതിൻ്റെ ആക്ച്വലി ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും, പക്ഷേ ഐ തിങ്ക് ഇഫ് യു ജസ്റ്റ് ട്രൈ ഹാർഡ് ഇനഫ് എനി ലാംഗ്വേജ് കുഡ് ബി മാസ്റ്റേർഡ്. മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ മീൻ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ലൈക്ക് സൗന്ദര്യമുള്ള ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ നേറ്റീവ് ലാംഗ്വേജ് ആണെന്ന് പറയും. ആൻഡ് ഇറ്റ്സ് കോംപ്ലെക്സ് ടു, ലൈക്ക് അതിൻ്റെ ഗ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് ആവട്ടെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലൈക്ക് ഈ ഫെനറ്റിക് സ്ട്രക്ചർ ആവട്ടെ, ഇതൊക്കെ അത്യാവശ്യം കോംപ്ലെക്സ് ആണ്. പക്ഷെ എന്നാലും അതിൻ്റെ ബ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എസ്പെഷ്യലി നമ്മൾ മലയാളം ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വെള്ളത്തോളിൻ്റെ കവിതകൾ, പിന്നെ അതുപോലെ തന്നെ ചങ്ങമ്പുഴ, അവരുടെയൊക്കെ കവിതകൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ, അവരുടെയൊക്കെ ആ കോൺട്രിബ്യൂഷൻസാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ ആ ബ്യൂട്ടി, ആ മലയാളത്തിൻ്റെ ആ ഗ്ലോറിനെ ശരിക്കും പറഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മലയാളിയാണെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഞാനിപ്പോൾ ഇൻ്റർനാഷണലി ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് എന്താണെന്നറിയില്ല, ഐ ഫീൽ ലൈക്ക് being a Malayali just gives me a special position. So in terms of books, I can't name or I can't pick or choose one, like if I were to be honest. പക്ഷേ at the top of my head ഞാൻ പറയാം, Victor Hugo is one of my favorite literature, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓത്തർ ആയിട്ട് തന്നെ പറയാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഹിസ് ബുക്ക് ലെ മിഹാബിൾ ഞാൻ എപ്പോഴും അത് എന്താ പറയുക റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റോറി ആക്ച്വലി ഡിപ്പിക്ട്സ് ഐ തിങ്ക് the injustice that was suffered or that was encountered in നമ്മുടെ Jean Valjean എന്ന ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്ത injustice by the legal system, and that actually made him do more crimes, and then eventually he finds a way towards the towards being optimistic, towards the path of virtuousness. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയാണ് if I were to summarize it. പിന്നെ അതുപോലെ തന്നെ കുറേ ബുക്സ് ഞാൻ അങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ ആന കരീനീന, ലിയോ ടോൾസ്റ്റോയുടെ ആന കരീനീനെ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഐ ലൈക്ക് എസ്പെഷ്യലി ഹീസ് എ റഷ്യൻ ഓത്തർ, സോ ബിക്കോസ് ഓഫ് വിച്ച് ഐ വാണ്ടഡ് ടു ജസ്റ്റ് പെർഫെക്റ്റ് മൈ റഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ഐ ട്രൈഡ് റീഡിങ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ദിസ് വൺ ഞാൻ ചെറിയ കുട്ടിയെന്ന സമയത്ത് റീഡ് ചെയ്ത ഹാരി പോട്ടർ, ദാറ്റ് കൈൻഡ് ഓഫ് ബുക്ക് വാസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആസ് വെൽ. J.K. Rowling is one of my favorite authors. ശരിക്കും പറഞ്ഞാൽ ഐ cannot really specifically name a book per se. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ബുക്സൊക്കെ റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ബുക്സ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ആന കരീനിന അതുപോലെയുള്ള കുറേ ബുക്സാണ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഓൾസോ ഹാസ് സർട്ടൻ ലൈക്ക് എലമെന്റ്സ് ഓഫ് ദ കൾച്ചർ ദാറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ബുക്ക്. ഫോർ എക്സാമ്പിൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഐ ഓൾസോ ലേൺ ദ ലാംഗ്വേജസ് ആസ് വെൽ. There's this book that has been released actually a few days ago, and this book is actually titled The Winning Formula, and this book actually features 52 stories from people like that belong to people from different walks of life. It's actually written by one of our former central ministers who goes by the name Alphonse Kannadhanam, and then he actually featured a segment that actually features a story of mine, which was actually written by me. It was actually a self-written story of mine that actually depicts some of the trials and tribulations as well as the triumphant moments that I had the privilege to encounter, thanks to the grace of the Almighty God, and all the experiences that I've had. And pretty much I would say that it is a tale of mine.
and it's a history of mine, I would say. So do check out the book, and if there are more information that is to be provided, if there are more information that has to be given, I think I'll be more than willing to do that. റീസെൻ്റ്ലി എനിക്ക് ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാർ ഫ്രം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഫസ്റ്റ് ഡൽഹിയിലേക്ക് പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മാജിക്കൽ, അല്ലെങ്കിൽ ഒരു സെറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ബട്ട് സ്റ്റിൽ ഐ ആം ഗ്ലാഡ് ദാറ്റ് സം ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ദാറ്റ് I've made by advocating for people who belong to the same community as me, or people who belong to the differently abled community, that just the fact that they recognize some of the things that I have been doing for our community just in itself really makes me feel heard. It really makes me feel like I've been honored in some way, and it really makes me rejoice to a greater extent. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രസിഡന്റിൽ നിന്ന് കഴിഞ്ഞ അവാർഡ് കിട്ടിയ സമയത്ത് there are a lot of great lessons that I got to learn, a lot of great memories that I was able to accumulate, and a lot of tales that I've been able to construct so that I could share it with the future. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ലാംഗ്വേജസിൻ്റെ ഒരു എലമെൻറ്റും വരുന്നുണ്ട്. സോ ഞാൻ ഡൽഹിയിൽ ഫസ്റ്റ് എത്തിയ സമയത്ത് my parents have oftentimes pestered me into learning Hindi. They have oftentimes lectured me about the importance or the significance of Hindi in the long run, and why I should learn it, and why I should be mandated to learn it. പക്ഷെ ഞാനതിന് കൂടുതൽ എന്താ പറയുക, I did not pay attention to it. കാരണം ഞാൻ വിചാരിച്ചു based on all the things that I've acquired, all the knowledge that I've acquired, based on what I can recall, I believed, or I used to believe, that India was the second largest English speaking country. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു maybe എനിക്ക് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു ഡൽഹിയിലായ സമയത്ത്. But boy was I wrong. Most of the assumptions that I made, most of the assumptions that I had in mind with regards to my experience in Delhi was just farther from the truth, farther from the perceived reality that I had. So ഞാൻ എയർപോർട്ട് മുതൽ ഈവൻ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ട് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ I had to use the most untrained, ill-equipped Hindi that I had ആ സമയത്ത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ I was on the verge of tears, and my pride, my dignity, everything was on the verge of extinction ആ സമയത്ത്. എനിക്ക് അങ്ങനെ തോന്നിയത്. My whole world has collapsed, and all the linguistic knowledge I had just was shattered. It was torn apart right in front of me. അപ്പോൾ അത് അങ്ങനെ കേട്ട അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് I signed a pact with myself. I signed an agreement with my headspace. I actually vowed, I pledged to learn Hindi and put an end to my misery once and for all. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇനി ഹിന്ദി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നെ പോലെ തന്നെ ഞാനിപ്പോൾ കുറേ ഡിഫറെൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫാമിലീസ്, ഡൈവേർജൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഫാമിലീസ് ആവട്ടെ, ദ്രാവിഡിയൻ ഫാമിലി ആവട്ടെ, പിന്നെ ഇൻഡോ ആര്യൻ ഫാമിലി ആവട്ടെ, പിന്നെ ഓസ്ട്രനീഷ്യൻ അല്ലെങ്കിൽ ടിബറ്റോ ബർമൻ ലാംഗ്വേജ് ഫാമിലി ആവട്ടെ, ഇങ്ങനെ കുറേ ലാംഗ്വേജ് ഫാമിലിയിൽ ഉള്ള കുറേ ലാംഗ്വേജസുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്പീക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഡൈവേഴ്സ് ട്രഡിഷൻ ഹാസ് എക്സ്റ്റെൻഡഡ് ഇറ്റ്സെൽഫ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് Indian identity itself. അപ്പോൾ അതുകൊണ്ട് തന്നെ I am thinking of learning Hindi first, and then I would just travel down the rabbit hole of Indian languages. സോ മോഡൽ പാർലമെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിരുന്നു. ഐ മീൻ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് എങ്ങനെയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇറ്റ് ഹാസ് ആക്ച്വലി പീക്ഡ് മൈ ഇൻട്രസ്റ്റ്, ആൻഡ് ഇറ്റ് ആക്ച്വലി ജസ്റ്റ് ജനറേറ്റഡ് എ
പെർസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ ആർച്ചിങ് പ്രസൻസ് ഉള്ളൊരു ക്യൂരിയസ് എലമെൻറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റും കൂടിയാണ്. സോ അതുകൊണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പാർലമെൻറ്റിനെ കുറിച്ചും ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. സോ ഇങ്ങനെയുള്ളൊരു അവസരം എങ്ങനെയുള്ളൊരു അവസരം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഐ ആക്ച്വലി jumped for the opportunity. I decided to chase after it, and here I am. ഞാൻ ഇപ്പോൾ ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടായിരുന്നു എൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് I don't know, it just gave me a new perspective on how parliament works and how, different laws have been constructed and drafted, by these governmental entities, and how these laws are implemented and promulgated to the public. അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഒരു നല്ല നോളജ് എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ വിഷ് ടു ബി എ ഡിപ്ലോമാറ്റ്. ആൻഡ് അതിനുശേഷം എനിക്കൊരു ന്യൂ അംബിഷൻ കൂടി ഫോർമുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഹാസ് ബീൻ കൺഫേംഡ് യെറ്റ്. ആഫ്റ്റർ ബീയിങ് എ ഡിപ്ലോമാറ്റ് ഐ ചൂസ് ടു represent my own political ideologies, or my own political ideologies or my own political standpoints within the political sector, if God gives me the opportunity after I just serve my years as a diplomat. And it's all up to God though. പക്ഷേ എനിക്ക് പാർലമെൻറ്റിലുള്ള അനുഭവം it just helped me add a new dimension to my purpose in life. For the first time ഞാൻ എനിക്ക് സ്പീക്കറിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ശരിക്കും പറഞ്ഞാൽ അതൊരു നോബിളായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. എന്നുവെച്ചാൽ ഞാൻ സ്പീക്കറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് വി എക്സ്ചേഞ്ച് സ്മോൾ ടോക്ക് വിത്ത് ഈച്ച് അതർ, ആൻഡ് ദെൻ ആഫ്റ്റർവേർഡ്സ് നമ്മൾ എൻ്റെ ഡിസയേഴ്സിനെ കുറിച്ചും ആസ്പിറേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ വി കൈൻഡ് ഓഫ് ടോക്ക്ഡ് ഫോർ മിനിറ്റ്സ് ഓൺ എൻഡ്. ആൻഡ് honestly, I've never met someone who was as cordial, who was as who was as cordial and who was as polite and sociable as him. And sherikim varnale, he asked me to do well, he encouraged me to do great, and he encouraged me to be proud of some of the deeds that I've committed. And he oftentimes he asked me to venture into something that's new, something that's innovative, and something that's that might be fruitful for the society. And he told me to study well so that I could just construct a world or a universe that the society has long been fighting for.